പറയും, പടച്ചവനെ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാ ഇത്രയും നല്ലതുപോലെ ഒന്ന് നമസ്കരിച്ചതെന്ന് നിങ്ങൾ പറയും. സഹോദരങ്ങളെ, നിങ്ങൾ പറയും, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ പറയുന്നത് പോലെ 5 കാര്യങ്ങൾ പറയും. ആ 5 കാര്യങ്ങൾ അനുസരിച്ച് ഒരേ ഒരു വട്ടം നമസ്കരിച്ച് നോക്ക്. നിങ്ങൾ ഉറപ്പായിട്ടും ഇറങ്ങുമ്പോ പറയും, ഇന്നത്തെ നമസ്കാരത്തിന്റെ ഒരു പ്രതിഫലം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? എന്തായാലും പറയുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. സിറാജ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണമല്ലോ. എങ്ങനെ നമസ്കരിക്കണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒതുവെടുത്ത് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ, ഒതുവെടുത്ത് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത്, നമസ്കരിക്കാൻ വേണ്ടി നീ മുസല്ലയിലേക്ക് കയറി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വരണം കേട്ടോ. 1400 കോടികൾക്കപ്പുറത്ത് ദൂരെ കിടക്കുന്ന കഅബാലയമുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? കഅബ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തു ചോദിച്ചാലും അല്ലാഹ് തരുമെന്ന് പറഞ്ഞ കഅബയുണ്ടല്ലോ. നമസ്കരിക്കാൻ വേണ്ടി മാണിക്കോട്ട് പള്ളിയുടെ മുസല്ലയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സഫിൽ നിന്ന് കൈകെട്ടുമ്പോൾ നിന്റെ കണ്ണ് മുന്നിലേക്ക് പരിശുദ്ധമായ കഅബാലയം എന്ന് വരണം. ആ കഅബാലയം നിന്റെ കണ്ണ് മുന്നിലാണെന്ന ചിന്തയോടെ നീ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാകുമെന്ന് ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നു. നമസ്കരിക്കാൻ പള്ളിയിൽ കയറി കൈകെട്ടുമ്പോ ഒന്നാമത്തെ കാര്യം, നിന്റെ തൊട്ടു മുന്നിൽ കഅബാലയത്തെ നീ കാണണം. തൊട്ടു മുന്നിൽ കഅബാലയം, മുന്നിലെ ഇമാമിനെ കാണരുത്, നിന്റെ മുന്നിൽ കഅബാലയത്തെ കാണണം. രണ്ടാമതായിട്ട് ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ കഅബാലയം നിന്റെ കണ്ണ് മുന്നിലാണെന്ന് കരുതി കഴിഞ്ഞിട്ട്, എന്റെ പൊന്നുമോനെ, നീ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യനാണെന്ന് നീ കരുതരുത്. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടല്ലോ, നീ ജീവിക്കുന്നത് തന്നെ ആ സ്വർഗത്തിൽ കടക്കാറല്ലേ. നിന്റെ വലതുഭാഗത്ത് ആ സ്വർഗത്തെ നീ കാണണം. രണ്ടാമത് നീ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം. അവിടെ കാണുന്നത് എന്തെന്നറിയുമോ? ആ ചൂടുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ആ ഭയാനകമായ നരകമുണ്ടല്ലോ. ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത അല്ലാഹുവിന്റെ റസൂല് പേടിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ആ നരകമുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് കാണേണ്ട നരകം. റബ്ബനാ അബ്സർനാ ഫർജിനാ. നാളെ നരകം നിന്റെ കണ്ണു മുന്നിൽ കാണുമ്പോ, അതിന്റെ ഭയാനകത കാണുമ്പോ അല്ലാഹുവോടൊന്ന് മടക്കണേ എന്ന് വിളിച്ചു പറയുന്ന നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് നീ കരുതണം. അങ്ങനെ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം പവർഫുള്ളതാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വലതുഭാഗത്തൊക്കെ നോക്കുമ്പോ സ്വർഗം, ഇവിടെ പോരാ നീ ഉദ്ദേശിക്കുന്നേ. ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോ നരകം, അവിടെ പോകാൻ നീ ഭയപ്പെടുന്നു. മൂന്നാമത് നീ എവിടെയാ നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, നമസ്കരിക്കുമ്പോ മാണിക്കോത്ത് പള്ളിയുടെ സഫിലല്ല നീ നിൽക്കുന്നത്. ഒരു മുടിയെടുത്തിട്ട് അതിനെ 7ആയിട്ട് മുറിച്ചിട്ട് അതിലെ ഒരു കഷ്ണമെടുത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന മീസാനിന് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, വാളിനെക്കാളും മൂർച്ചയുള്ള സിറാത്ത് എന്ന പാലമാണ് നിന്റെ കാലിന്റെ അടിയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ പാലത്തിന്റെ മുകളിലാണ് നീ നിന്ന് നമസ്കരിക്കുന്നത്. നിന്റെ ഒന്ന് കാല് വഴുതിയാൽ നരകത്തിലേക്കാണ് നീ വീഴുന്നത്. അങ്ങനെ നിന്ന് നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിൽക്കുന്നത് എവിടെ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ. നാലാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, നാലാമത് നീ നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ ചിന്തിക്കണം, നിന്റെ പുറകിലൊരു മനുഷ്യൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്.
നിന്റെ പുറകിലൊരു മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? ഈ നമസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വീട്ടി കഴിയുമ്പോൾ, 2 സലാമും വീട്ടി കഴിയുമ്പോ നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ നിന്റെ പുറകില് കാത്തു നിൽക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കണേ. നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്റായീൽ കൊണ്ടുപോകാൻ വേണ്ടി പുറകിൽ കാത്തു നിൽക്കുക. ഇങ്ങനെ നമസ്കരിക്കണം. അഞ്ചാമത് മഹാനായ റസൂലുള്ള പറഞ്ഞു തരുന്ന 5-ാമത്തെ കാര്യം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാ. നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാ. നിനക്ക് സമ്പത്ത് തന്ന റബ്ബ്, നിനക്ക് മക്കളെ തന്ന റബ്ബ്, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബ്, നിനക്ക് അധികാരം തന്ന റബ്ബുണ്ടല്ലോ, സർവ്വതും തന്ന റബ്ബിന് അവസാനമായിട്ടാ നീ ആരാധിക്കുന്നത്. ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമസ്കരിക്കാൻ അവകാശമില്ല. പിന്നെ നിനക്ക് വേണ്ടിയേ നമസ്കരിക്കൂ എന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പൂർണ്ണ പ്രതിഫലം അവന് കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ സുബഹി ഇങ്ങനെ ഒന്ന് നമസ്കരിച്ച് നോക്ക്. ഇൻഷാ അല്ലാഹ് സംതൃപ്തി. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും, പടച്ചവനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ നമസ്കരിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രയോജനം 2. 3-ാമത്തെ പ്രയോജനം, ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ നിനക്ക് കാണാൻ പറ്റും. ലോകത്തിന്റെ നായകനെ കണ്ടിട്ടേ നിനക്ക് മരിക്കാൻ പറ്റൂ. പ്രവാചകനെ നിനക്ക് കണ്ട് മരിക്കാൻ കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയെ കണ്ട് മരിക്കാൻ പറ്റും. റസൂലുള്ളാഹിനെ കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കണ്ടു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശഫാഅത്ത് കിട്ടുന്ന 3-ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഹദീസിൽ കാണാം, മൻ ലയ്യ സുന്നതി ഹുർമതു അലൈഹി ശഫാഅതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ സുന്നത്ത് ആര് പിൻപറ്റുന്നോ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ആരെന്റെ സുന്നത്ത് പിൻപറ്റുന്നു? ഇന്ന് സുന്നത്തിനെ കുറിച്ച് പറയാൻ നമുക്കൊക്കെ സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്തോ നിസാരമായ കാര്യം, സുന്നത്തല്ല എന്ന് നമ്മൾ പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന ഒരു കാലഘട്ടം വരും, അന്ന് എന്റെ ഒരു സുന്നത്ത് ചെയ്താൽ അവന് 100 ശുഹദാക്കളുടെ കൂലി കിട്ടുമെന്ന്. സഹോദരങ്ങളെ ചിന്തിക്കണം, ഒരു ശുഹദായിന്റെ പ്രതിഫലം എന്താ? ആരാ ശുഹദാക്കൾ? യുദ്ധക്കളത്തിൽ പോയി ഷഹീദായ 100 പേരുടെ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ. കിട്ടും. ഈ കാലഘട്ടത്തിൽ ബർദ ഇട്ടുകൊണ്ട് നടക്കല്, താടി വളർത്തല്, ജുബ്ബ ധരിക്കല്, തൊപ്പി ധരിക്കല്, ഇതൊക്കെ ഇച്ചിരി മോശമായിട്ട് ആൾക്കാർ കാണുന്നത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ കളിയാക്കും. പെണ്ണുങ്ങളൊക്കെ ശരീരമൊക്കെ മറച്ച് നല്ല രീതിയിൽ പോകുമ്പോ ബാക്കിയുള്ളവർ കളിയാക്കും. ഇങ്ങനൊക്കെ കളിയാക്കുമ്പോഴോ ഓരോ ദിവസവും ഓരോ മനുഷ്യന്റെ മുന്നിൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് 100 ശുഹദായിന്റെ കൂലി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും എന്റെ ഒരു സുന്നത്തിനെ പിൻപറ്റിയാൽ അവന് 100 ശുഹദായിന്റെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കളിയാക്കാൻ പാടില്ല, സുന്നത്താണെന്ന് പറഞ്ഞ് വലിച്ചെറിയാനും പാടില്ല. റസൂലുള്ളാഹിയുടെ സുന്നത്ത് ചെയ്താൽ നാടോടുമ്പോൾ നടുകയോടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നീ കാലുമടക്കിയടിക്കരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പുറങ്കാല് കൊണ്ട് തട്ടരുത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള ശഫാഅത്ത് ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിയാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹിയും കൂടെ മിഅ്റാജിന്റെ രാത്രിയിൽ നടന്നു പോകുമ്പോൾ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നു. നബിയും ജിബ്രീലും സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നാട് കാണുകയാണ്.
റസൂലുള്ള നോക്കുമ്പോ ഒരു നാട്, സ്വർഗത്തിൽ നോക്കുമ്പോൾ ഒരു നാട് കാണുന്നു. ആ നാട്ടിൽ നിന്ന് കാറ്റടിച്ചപ്പോൾ സുഗന്ധമടിച്ചു വീശുകയാണ്. വല്ലാത്ത സുഗന്ധമടിച്ചു വീശുന്നു. റസൂലുള്ള ജിബ്രീലിനോട് ചോദിച്ചല്ലയോ ജിബ്രീൽ, ഏതാണ് ജിബ്രീൽ ഈ നാട്? ഏതാണ് ജിബ്രീലേ ഈ നാട്? ഈ നാട്ടിൽ നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചു വീശുന്നല്ലോ, ഈ നാട് ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതൊരു പെണ്ണിന്റെ നാടാണ് നബിയേ, ഇതൊരു പെണ്ണിന്റെ നാടാണ് നബിയേ. ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഏത് പെണ്ണിന്റെ നാടാണ്? ഇത്ര വലിയ സുഗന്ധം അടിച്ചു വീശുന്ന പെണ്ണാരെന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിത്താടെ നാടാണ് നബിയേ. അത് മാഷിത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ നാടാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ആരാ മാഷിത്ത? ആരാ മാഷിത്ത? എന്തേ മാഷിത്താക്ക് ഇത് കിട്ടാനുള്ള കാരണം? മാഷിത്ത എന്ന് പറയുന്നത് ഫിർഔനിന്റെ മകളാണ്. ഫിർഔൻ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ഇത്രയ്ക്കും മോശമായ വേറൊരു വ്യക്തിയില്ല. അവന്റെ മകളാണ് മാഷിത്ത. ആ മാഷിത്തയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ ഒരു നാട്, ആ നാട്ടിൽ നിന്ന് സുഗന്ധം മാത്രം അടിച്ചു വീശുന്നു. റസൂലുള്ള പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്തേ ആ പെണ്ണിന് ഇങ്ങനെ കിട്ടാനുള്ള കാരണം? എന്റെ പ്രിയമുള്ള സഹോദരിമാരും എന്റെ പ്രിയമുള്ള സഹോദരന്മാരൊക്കെ നമുക്ക് ആ നാട്ടിൽ പോകണ്ടേ? നമുക്ക് ആ സ്വർഗത്തിലെ ആ നാട്ടിൽ പോകണ്ടേ? സുഗന്ധം അടിച്ചു വീശുന്ന ആ നാട്ടിൽ പോകണ്ടേ? നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. എന്താ മാഷിത്ത ചെയ്തതെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ പ്രബോധനം കേട്ടിട്ട് ഒരു ദിവസം ഫിർഔനിന്റെ തൊട്ടു മുന്നിൽ നിന്ന് തല ചീകിക്കൊണ്ടിരിക്കുമ്പോൾ, മുടി ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് ചീപ്പറിയാതെ താഴേക്കൊന്ന് വീണുപോയി. ഏതൊരു വസ്തുവും എടുക്കുന്ന സമയത്ത് ബിസ്മി പറയണമെന്ന് മൂസാ നബി പഠിപ്പിച്ചിരിക്കുകയാണ്. ആ മാഷിത്ത എന്ന് പറയുന്ന പെണ്ണ് തന്റെ കയ്യിൽ നിന്ന് ചീപ്പ് താഴെ വീണു. അതെടുക്കുന്ന സമയത്ത് തന്റെ പിതാവ് ഫിറൗൻ തൊട്ട് പുറകിൽ നിൽക്കുന്നതെന്നോർക്കാതെ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് പറഞ്ഞുപോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയാതെ ഒന്ന് പറഞ്ഞുപോയി. തന്റെ വാപ്പയാ പുറകിൽ നിൽക്കുന്നതെന്നോർക്കാതെ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ അത്ഭുതപ്പെട്ടു പോയി. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ പൊന്നുമോളോട് ചോദിക്കുന്നു, എവിടുന്നാ ഇത്? നീ എന്താ പറഞ്ഞത്? ആ ബിസ്മി പറഞ്ഞതിന്റെ പേരിൽ അതാ ഫിർഔനദാ ആ മാഷിത്ത എന്ന് പറയുന്ന തന്റെ പൊന്നുമകളെ മരുഭൂമിയിൽ കൊണ്ടിട്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവിടുന്ന് കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ ആ ബിസ്മി പറഞ്ഞതിന്റെ പേരിലാ പെങ്ങളെ മാഷിത്ത എന്ന് പറയുന്ന ഫിർഔനിന്റെ പൊന്നുമോക്ക് സ്വർഗത്തിൽ സുഗന്ധം മാത്രം അടിച്ചു വീശുന്ന ഒരു നാട് കിട്ടിയതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു ബിസ്മി പറഞ്ഞതിന്റെ പേരിൽ നമ്മളിവിടെ എന്തെടുക്കുമ്പോഴാ ബിസ്മി പറയുന്നത്? തിന്നുമ്പോ പോലും ബിസ്മി പറയില്ല, കൈ പോലും കഴുവത്തില്ല. ചിലരൊക്കെ കയ്യും കഴുവും, പക്ഷെ തിന്നണ സമയത്ത് ബിസ്മി പറയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ബിസ്മി പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത്, എന്തെങ്കിലും ഒരു സുന്നത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നിനക്ക് ഈ നാട്ടിൽ പോകാൻ കഴിയും. അവസാനമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഒരു സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്നെ കണ്ടവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന്റെ മഹത്വത. നമസ്കരിക്കുമ്പോ തൊപ്പിയിടണം, താടിയൊക്കെ വളർത്തണം, ക്ലീൻ ഷേവിൻ ചെയ്തൊക്കെ നടക്കുന്ന എന്റെ സഹോദരങ്ങളൊക്കെ ചിന്തിക്ക്. ആ നാട് കാണാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കൊന്നും കാണത്തില്ല. ആ നാടൊന്ന് കാണാൻ പോലും നീയൊക്കെ നിസാര സുന്നത്തെന്ന് പറഞ്ഞിട്ട് തെള്ളിക്കളയും. സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് സുന്നത്ത് ചെയ്യുന്നവനെ കളിയാക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്തിനെ പിൻപറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ചെയ്യണം. ചെയ്തിട്ട് നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയിട്ട്, നബിയെ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, പക്ഷേ അങ്ങയുടെ സുന്നത്ത് ഞാൻ ചെയ്ത് നബിയെ, സ്നേഹിച്ച് നബിയെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നേടി സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അതിക്രമിക്കുന്നത് കാരണം ഒരുപാട് വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം,
നാലാമത്തെ കാര്യം, റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ നാലാമത്തെ കാര്യം, റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ട് നബിയെ എന്നെ ശഫാഅത്ത് ചെയ്യണേ എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻസാദ കബരി വജബത് ലഹു ശഫാഅതി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഖബർ ആര് സിയാറത്ത് ചെയ്യുന്നോ അവന് വജബത്ത് ലഹു ശഫാഅത്തി, ഞാൻ അവനെ ശഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എല്ലാരും വിചാരിക്കും ഹജ്ജ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, പടച്ചവനെ ഞാനപ്പം ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടുമെന്ന്. ചുമ്മാതാ. ഹജ്ജ് ഉംറയൊക്കെ ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ പൊരുത്തമൊക്കെ ചോദിച്ച് വലിയ തങ്ങളായി വണ്ടിയൊക്കെ വിളിച്ച് യാസീനൊക്കെ ഓതി ദുആയൊക്കെ ചെയ്ത് അവിടെ പോകും. ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ടി വി ഓണാക്കും. ഇവിടെ പിന്നെ നമസ്കാരമൊന്നുമില്ല, ടിവിയും കണ്ട് പലിശ കച്ചവടം വീണ്ടും തുടങ്ങി, നമസ്കാരമില്ല. ഇങ്ങനെ നടക്കുന്നവന് കിട്ടത്തില്ല. ഉംറയും ഹജ്ജും ചെയ്തിട്ട് വന്ന് മാന്യമായിട്ട് ജീവിക്കുന്നവനാ ശഫാഅത്ത് കിട്ടുന്നത്. അല്ലാതെ ഞാൻ അവിടെ പോയി ഒന്ന് കണ്ട് ടൂറ് പോയി വീഗാലാൻഡ് കണ്ടിട്ട് വരുന്ന പോലെ അവിടെ പോയി കണ്ടിട്ട് വന്ന് കിട്ടൂല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെന്നെ വന്ന് എന്റെ ഖബറിൽ വന്നിട്ട് എന്നെ ആര് സിയാറത്ത് ചെയ്തോ അവന് നാളെ ഞാൻ ശഫാഅത്ത് ചെയ്യും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മദീനയിലൊന്ന് പോകണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിൽ ചെന്നിട്ട്, ആ പുണ്യഭൂമിയുടെ മുന്നിൽ ചെന്നിട്ട്, റസൂലുള്ളാഹിന്റെ റൗളയുടെ മുന്നിൽ ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയണ്ടേ വാപ്പാ? സമ്പത്തുണ്ടല്ലോ, നിനക്കൊന്ന് പനി വന്നാൽ, നീ ഒന്ന് വീട് പോയാൽ നിന്റെ സമ്പത്ത് നിന്നെ രക്ഷിക്കില്ലല്ലോ. ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഓരോ മുടന്ത ന്യായങ്ങൾ പറയുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിനക്ക് ഹജ്ജ് ചെയ്തുകൂടെ? നിനക്ക് ഉംറ ചെയ്തുകൂടെ? ആരും സഹായിക്കാനില്ലാത്ത ദിവസം നിന്നെ അല്ലാഹുവിന്റെ റസൂല് സഹായിക്കില്ലേ? സമ്പത്തുണ്ട് ഇഷ്ടം പോലെ. ചോദിച്ചാ പറയും കല്യാണം കഴിച്ചു കൊടുക്കാവുണ്ട് മക്കള്, അങ്ങനെ ചെയ്യാനുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്. എന്റെ സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ ഇപ്പൊ 2 ലക്ഷം രൂപ ഒക്കെ വേണം. ഉംറ ചെയ്യാൻ 48 49 കൂടിപ്പോയ 50 രൂപയേ ഉള്ളൂ. പനി വന്നാ പോകും. എന്റെ കാലൊന്ന് മുറിഞ്ഞപ്പോ 35 രൂപ പോയി. ഇത്രേ ഉള്ളൂ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. 50,000 രൂപയുണ്ടെങ്കിൽ പോയി റസൂലുള്ളാഹിയുടെ റൗളയൊന്ന് കണ്ടിട്ട് വന്നുകൂടെ? നാളെ ശഫാഅത്ത് കിട്ടത്തില്ലേ? നിന്റെ മക്കള് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, നിനക്ക് ആര് ദുആ ചെയ്തില്ലെങ്കിലും നിന്നെ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുപോകത്തില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു അവന് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ കാര്യം, 11:30 പ്രസംഗം അവസാനിപ്പിക്കണം. അഞ്ചാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നാളെ ആരും സഹായിക്കാനില്ലാത്ത പരലോകം, സൂര്യൻ നിന്റെ തലയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പരലോകം, പ്രവാചകന്മാരെ കൈയടിക്കുന്ന പരലോകം. ഈ പരലോകത്ത് ആരുമില്ലെങ്കിലും നീ എന്റെ മുന്നിൽ വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് നബിയെ ഒന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് പറയാൻ എന്റെ പൊന്നു സഹോദരാ നിനക്ക് കഴിയണമെങ്കിൽ ലോകത്തിന്റെ നായകൻ പറയുകയാണ്, മനിസ്തതാ അയ്യമൂതു ഫിൽ മദീന ഫഇന്നഹു അസ്ഫഉ ഫൽയബ്തുഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുമോ? മദീനയെ സ്നേഹിക്കണേ, എന്റെ നാടിനെ സ്നേഹിക്കണേ. ആ നാട്ടിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ ആ നാട്ടില് മരിക്കുന്നവന് എന്റെ ശഫാഅത്ത് തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മദീനയെ സ്നേഹിക്കണം. ആ മദീനയിൽ ചെന്ന് മരിക്കണം. അവിടെ ഖബറടക്കിയാൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് ആഗ്രഹിക്കുന്നത്? ഹജ്ജിന് പോകുമ്പോഴും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തിലാ പോന്നെ. അവിടെ മരിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് സഹോദര? മഹാന്മാരൊക്കെ അവിടെ മരിക്കണമെന്ന് ആഗ്രഹിച്ചത്. കാരണം നാളെ കഅബാലയം അല്ലാഹുവിന്റെ മുന്നിൽ പറയുമെന്ന പടച്ചവനെ, അല്ലാഹു ചോദിക്കും കഅബാലയത്തിനോട്, നിനക്ക് എന്തെങ്കിലും